24 വർഷം ഭരണപക്ഷത്തിരുന്ന BJD താഴെയിറക്കി BJP അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഒഡീഷയിൽ തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് നവീൻ പട്നായിക്. പ്രതിപക്ഷ നേതാവ് റോളിൽ ആദ്യമായി ഇരിക്കുന്ന നവീൻ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപരിചിതമല്ലാത്ത വഴികളാണ് തേടുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് നിഴൽ മന്ത്രിസഭ അഥവാ ഷാഡോ ക്യാബിനറ്റ്. നിഴൽ മന്ത്രിസഭാ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അത്ര പ്രസിദ്ധമല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ സജീവമാണ്. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളോ സർക്കാരിനെ വിമർശിക്കുന്ന NGOകളോ ആണ് നിഴൽ മന്ത്രിസഭകൾ രൂപീകരിച്ചിട്ടുള്ളത്. ഈ സംഘത്തിന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യാമെന്നല്ലാതെ സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല. എന്നാൽ MLAമാർ തന്നെ നിഴൽ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ പദ്ധതി നടത്തിപ്പ്, ധനവിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ സംഘത്തിന് അവകാശങ്ങൾ ഉന്നയിക്കാം. ഈ രാഷ്ട്രീയ നീക്കമാണ് നവീൻ പട്നായിക് നടത്തുന്നത്. മുൻപ് 2005 മഹാരാഷ്ട്രയിൽ BJP നിഴൽ മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു. ഗോവയിലും ഡൽഹിയിലും BJP സമാനമായ നീക്കം നടത്തിയിരുന്നു. 2015 മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഒഡീഷയിൽ ആദ്യമായാണ് നിഴൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം നീക്കങ്ങൾക്ക് പൊതുവെ വിമുഖത കാട്ടാറാണ് പതിവ്. എന്നാൽ വിവിധ തരം NGOകൾ നിഴൽ മന്ത്രിസഭകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലിറങ്ങുന്നതിന് മുമ്പ് ഏറെ നാൾ ഇംഗ്ലണ്ടിലും മറ്റും കഴിഞ്ഞ നവീൻ പട്നായിക്കിനെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമൂഹിക മാറ്റങ്ങൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും പാശ്ചാത്യ രാജ്യങ്ങളിലെ പല ആശയങ്ങളും സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആദ്യമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. എന്നാൽ നവീൻ പട്നായിക്കിനും BJDക്കും നീണ്ടകാല അധികാരത്തിലിരുന്നതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്നാണ് BJP പറയുന്നത്. BJDയുടെ 50 MLAമാരെ ചേർത്താണ് നിഴൽ മന്ത്രിസഭയുണ്ടാക്കുന്നത്. മുൻ ധനമന്ത്രി പ്രസന്ന ആചാര്യയാണ് ധനകാര്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത്. ജൂലൈ 22-ന് ഒഡീഷ നിയമസഭയ്ക്കും ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. BJP മന്ത്രിസഭയുടെ കന്നി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിഴൽ മന്ത്രിസഭ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. നവീൻ പട്നായിക് അടക്കം പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിച്ച് ശീലമില്ലാത്ത MLAമാരാണ് BJDയിൽ ഭൂരിപക്ഷവും. ആ കുറവ് നികത്താൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെന്നാണ് പട്നായികിൻ്റെ കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJDയിൽ വൻ അഴിച്ചുപണി നടത്തിയതിനിടെയാണ് പുതിയ നീക്കവുമായി പട്നായിക് എത്തിയിരിക്കുന്നത്.